പ്രിയപ്പെട്ട കൂട്ടുകാരെ, എൻ്റെ സഹപ്രവർത്തകനായിരുന്ന ശ്രീ സി അബ്ദുറഹ്മാൻ മാസ്റ്ററുടെ പുതിയ വീടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. വിശ്രമ ജീവിതം നയിക്കുന്ന അദ്ദേഹം തൻ്റെ പുതിയ വീട്ടിലേക്ക് എന്നെ ക്ഷണിച്ചിട്ട് കുറേ ആയിട്ടോ. ഇന്നാണ് ഒരു ഒഴിവ് കിട്ടിയത്. ഇന്നത്തെ വീഡിയോയിൽ അദ്ദേഹത്തിൻ്റെ വീടാണ് കാണിക്കുന്നത്. അദ്ദേഹം ഇതാ വീടിൻ്റെ ഹാളിൽ തന്നെ നിൽപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ 3 മക്കളും ഡോക്ടർമാരാണ്. ഇതാണ് അദ്ദേഹത്തിൻ്റെ വീട്. അദ്ദേഹത്തിൻ്റെ ഭാര്യ പൂക്കളെയും ചെടികളെയും സ്നേഹിക്കുന്ന പരിപാലിക്കുന്ന ഒരു മിടുക്കിയായ അധ്യാപികയും. ഞാനിവിടെ എത്തിയപ്പോൾ ഒരു ചെറിയ വിരുന്നിനുള്ള പരിപാടിയാണ് നടക്കുന്നത്. ചെറിയൊരു മഴക്കോളൊക്കെ ഉണ്ടെങ്കിലും ഞാൻ വൈകുന്നേരമാണ് എത്തിയിട്ടുള്ളത്. വീടിൻ്റെ പരിസരത്തൊക്കെ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. റബ്ബറും കാണുന്നുണ്ട്. ഈ കാണുന്നതെല്ലാം പല തരത്തിലുള്ള നിറത്തിലുള്ള പൂക്കളാണ്, ചെടികളും ആണ്. ചിലതിൻ്റെ ഇലകൾ വളരെ വലുതാണ്, ചിലതിൻ്റെ ഇലകൾക്ക് നല്ല വെറൈറ്റി കളേഴ്സാണ്. മുള്ളുള്ളത്, മുള്ളില്ലാത്തത്, അങ്ങനെ മനോഹരമായ ചെടിച്ചട്ടികളിലേക്ക് അവ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. വീടിൻ്റെ മട്ടുപ്പാവാണ്. സിറ്റൗട്ടിൽ തന്നെ സുഖമായി നമുക്കിരുന്ന് കാറ്റുകൊള്ളാം. നല്ല ഒഴിഞ്ഞ ഒരു സ്ഥലത്താണ് ഈ വീട്. അതുകൊണ്ട് തന്നെ വാഹനങ്ങളുടെ ഒരു ശല്യമോ ശബ്ദമോ ഒന്നും തന്നെ ഇല്ല. അദ്ദേഹം കുറേ കാലം ഗൾഫിലായിരുന്നു. മുറ്റത്തിൻ്റെ മറുവശത്ത് ഞാൻ മെല്ലെ ഒന്ന് നടന്നു നോക്കി. അപ്പോഴാണ് അവിടെ ഒരു പൂന്തോട്ടം എനിക്ക് കാണാൻ കഴിഞ്ഞത്. അവിടെയും ഇതുപോലെ ധാരാളം ചെടികളും പൂക്കളും കാണാം. ഈ വീടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് അണ്ടർഗ്രൗണ്ട് ഉണ്ട്. ഇത് അപ്സ്റ്റെയർ ആണ്. നമ്മൾ വീടിൻ്റെ അപ്സ്റ്റെയറിലേക്കാണ് നേരെ കയറി ചെല്ലുക. അവിടെ നിന്നും താഴോട്ടാണ് ഒരു ഫൗണ്ടെയിനും മറ്റും ഉള്ള റൂമുകളും വരാന്തയും ഒക്കെ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ താഴേക്ക് നമ്മൾ നോക്കുമ്പോൾ താഴത്തെ ആ ഒരു നില കാണാൻ സാധിക്കും. അവിടെയും ഒരു കുഞ്ഞു പൂന്തോട്ടം തന്നെ ഉണ്ട്. പണികൾ മുഴുവൻ കഴിഞ്ഞിട്ടില്ല. ഇനിയും ഒരുപാട് പണികൾ ബാക്കിയുണ്ട്. നല്ല പ്രകൃതി സുന്ദരമായ സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്, എടത്തനാട്ടുകരയുടെ മണ്ണിൽ. എൻ്റെ വീടിൽ നിന്നും കുറച്ചകലെയാണ് ഈ വീട്. ഇത് പൂമുഖമാണ്. അവിടെ നിന്ന് നോക്കിയാൽ തന്നെ ഫാമിലി ലിവിങ് റൂം കാണാം. ഒരു വലിയ ഇടനാഴി തന്നെ കാണാൻ സാധിക്കും. ഇവിടെ ഒരു വലിയ ബെഡ്റൂമുണ്ട്. ഇവിടെയും ഒരു ബെഡ്റൂം, നല്ല വലുപ്പത്തിൽ തന്നെയുള്ള ഒരു ബെഡ്റൂമാണ് ഇവിടെയുള്ളത്. പിന്നീട് കടന്നു ചെല്ലുന്നത് ഫാമിലി ലിവിങ്ങിലേക്കാണ്. അവിടെ വൃത്തിയായി ഒരുക്കിയിട്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. പുസ്തകങ്ങളൊക്കെ അടുക്കി വെച്ചിരിക്കുന്നു. മുകളിലേക്കും താഴേക്കും കോണിപ്പടികളുണ്ട്. ഇത് വീടിൻ്റെ മുകൾ നിലയാണെന്ന് പറഞ്ഞല്ലോ. ഈ കാണുന്നതാണ് താഴത്തെ നില. അപ്പോൾ ഞാൻ വെറുതെ 3ാമത്തെ നിലയിലേക്ക് ഒന്ന് എത്തി നോക്കി. ഇവിടെ ഡൈനിങ് ഹാളാണ്. ഡൈനിങ് ഹാളിൽ നിന്ന് പുറത്ത് കടന്നാൽ കൈ കഴുകാനുള്ള ഒരു വാഷ് ബേസിനും ഒരു പ്രത്യേക ഭംഗിയുള്ള കണ്ണാടിയൊക്കെ കണ്ടു. താഴെ മനോഹരമായ റബ്ബർ തോട്ടമാണ് കാണാൻ സാധിക്കുന്നത്. നല്ല കാറ്റുമുണ്ട്. മുകളിലേക്ക് ഞാൻ ഒന്ന് കയറി നോക്കാൻ തീരുമാനിച്ചു. ഇവിടെ പകൽ സമയം ഉറക്കം വന്നാൽ ഒന്ന് കിടന്നുറങ്ങാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. ഇതൊരു വർക്ക് ഏരിയയാണ്. പിന്നീട് ഞാനൊന്ന് താഴോട്ട് ഇറങ്ങാൻ തീരുമാനിച്ചു. അവിടെ എന്തൊക്കെയാണ് എന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയും കൗതുകവും എന്നോടൊപ്പം കൂടി. പുറത്തോട്ട് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് അതൊക്കെ. അങ്ങനെ ഞാൻ താഴോട്ട് ഇറങ്ങുകയാണ്. ആഹാ, നല്ല ഒരു തണുപ്പാണ് അനുഭവപ്പെടുന്നത്. എവിടെയോ വെള്ളമുണ്ടെന്ന് ഉറപ്പായി. ഞാൻ പതുക്കെ ഇറങ്ങി അവിടെ
മനോഹരമായ ഒരു ഫൗണ്ടൻ തന്നെ ഉണ്ട്. അതിൻ്റെ വെള്ളം ഇറങ്ങി പോകുന്നതാണ് ആദ്യം കണ്ടത്. അതിൻ്റെ അരികിൽ തന്നെ മനോഹരമായി സെറ്റിയൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് ഇരുന്ന് കാഴ്ചകൾ കാണാൻ. ഒരു സ്പേസും വെറുതെ ആയിപ്പോയിട്ടില്ല. എല്ലാ ഭാഗവും ഉപയോഗിച്ചിരിക്കുന്നു. വീടിൻ്റെ നിസ്കാരമുറി താഴെയാണ് ഉള്ളത്. ഇവിടെ വസ്ത്രങ്ങളൊക്കെ തേക്കാനുള്ള സൗകര്യമുണ്ട്. ഫൗണ്ടൻ ഇപ്പോൾ ലൈറ്റൊക്കെ ഇട്ട് ഓൺ ചെയ്തിട്ടുണ്ട്. നല്ല ശബ്ദമുണ്ടതിന്. നല്ല ഒരു സംഗീത സാന്ദ്രമായ ഒരു സുഖം. നേരം 6 മണിയാവാൻ പോകുന്നു. അടുക്കളയിലേക്ക് ഞാൻ മെല്ലെ എത്തി നോക്കി. എനിക്ക് നല്ലൊരു ചായയൊക്കെ തന്നു മാഷിൻ്റെ ഭാര്യ. അതൊക്കെ കുടിച്ചു. ഇനി വിരുന്ന് സൽക്കാരത്തിലേക്ക് ഞാൻ പോവുകയാണ്. എൻ്റെ സുഹൃത്തുക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നല്ല സുന്ദരമായ അടുക്കളയിൽ നിന്ന് ഞാൻ മെല്ലെ കൊച്ചുറങ്ങുന്ന ബെഡ്റൂമിലേക്കൊന്ന് വന്നു. വലിയ ഒരു ബെഡ്റൂം തന്നെയാണ്. സുന്ദരമായ ഒരു വീട്.